ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോപിക്സ്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടല്ലേ. ഈ ആപ്ലിക്കേഷനിലെല്ലാം നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തെല്ലാം പെർമിഷൻ ഉണ്ടോ അതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ അവർ ആക്സസ് ചെയ്യുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റില്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് ആപ്ലിക്കേഷൻസുകളുണ്ട്. അതിലെങ്ങനെ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഫോൺ ക്യാമറയോ മൈക്കോ ആരെങ്കിലും ആക്സസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴേലും? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ ആര് ആക്സസ് ചെയ്താലും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ ക്യാമറയും മൈക്രോഫോണും ആക്സസ് ചെയ്തിരിക്കുന്നതെന്നും ഈ ആപ്ലിക്കേഷനിൽ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ്റെ പേര് ആക്സസ് ഡോട്ട്സ് എന്നാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സിമ്പിളായിട്ടൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 MB ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ്റെ സൈഡിലൊന്ന് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആക്സസിബിലിറ്റി സെറ്റിങ്സിലോട്ട് പോകും. നമ്മുടെ ഫോണിൻ്റെ ആക്സസിബിലിറ്റി സെറ്റിങ്സിലോട്ട് അതിൽ ഏറ്റവും താഴെ ചെന്ന് കാണാൻ സാധിക്കും ആക്സസ് ഡോട്ട് എന്ന് പറയുന്ന സംഭവം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൂട്ടൊരു പെർമിഷൻ ചോദിക്കുക, നമ്മളത് ഓക്കെ ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ചെയ്യുന്നതുകൊണ്ടും നിങ്ങളുടെ ക്യാമറ ഒന്നും ആരും ആക്സസ് ചെയ്യത്തില്ല കേട്ടോ, അത് പേടിക്കണ്ട. ഓക്കെ അടിച്ചിട്ട് ബാക്ക് അടിക്കുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം എന്നല്ല, മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മണ്ടയ്ക്കായിട്ടൊരു ഗ്രീൻ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ക്യാമറ ഞാനിപ്പോൾ ഓൺ ചെയ്തുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ക്യാമറ ഓണാക്കി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് നമുക്ക് കാണാൻ സാധിക്കും ക്യാമറ ഓപ്പൺ ആകുന്നത്. ചില ആപ്ലിക്കേഷനുകളിൽ നിങ്ങളുടെ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ആക്സസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നോട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ ആക്സസിബിളായിട്ട് അവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മൈക്രോഫോണിൻ്റെ കാര്യം. നമ്മുടെ ഫോണിൻ്റെ മൈക്രോഫോൺ ആരെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കും. നിങ്ങൾ കാണാൻ സാധിക്കും മുകളിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഓറഞ്ച് ബട്ടൺ ഓണാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയപ്പം വോയിസ് റെക്കോർഡറും കൂടെ ഓണാക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലത്തെ സൈഡിലായിട്ട് താഴെ ഏറ്റവും കോർണറിലായിട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ക്യാമറ ആക്സസ് ചെയ്തു, ഏതൊക്കെ ആപ്ലിക്കേഷനിൽ മൈക്രോഫോൺ ആക്സസ് ചെയ്തു. ഇപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതിലിങ്ങനെ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്പൈ ആപ്പാണ്. അതുവഴി ആരെങ്കിലും നിങ്ങളുടെ ക്യാമറയോ അല്ലെങ്കിൽ മൈക്രോഫോണോ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിക്കണം. കാര്യം നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആരെ ക്യാമറയും മൈക്രോഫോൺ ആക്സസ് ചെയ്താലും അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് കാണാൻ സാധിക്കും. അതുവഴി ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതാണ്. ഞങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പുതിയ വീഡിയോസുമായി വരുന്നവരെ സൈനിങ് ഓഫ്.